അങ്ങനെയാണെങ്കിൽ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് SIT കടക്കുമെന്നറിയുന്നു. അതിനു പുറമെ ഏറ്റവും പ്രധാനം കോടതി പേരെടുത്ത് പരാമർശിച്ച ശങ്കരദാസിന്റെ ജാമ്യ ഹർജി വരുമ്പോൾ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ് അറിയേണ്ടത് അല്ലെ? ലിജോ റോളൻസിലേക്ക് പോകാം. ലിജോ, ശങ്കർദാസിന്റെ കാര്യത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് വരെ തിരിച്ചടി നേരിട്ടതാണ്. അപ്പൊ ഇന്നിപ്പോ കൊല്ലം കോടതി ഇദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായാധിക്യം, അദ്ദേഹത്തിന്റെ അസുഖം ഇതൊക്കെ ഉള്ളതാണ്. പക്ഷേ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യം, ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ ചോദ്യം അവിടെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അപ്പോൾ എത്ര കണ്ട് പ്രതീക്ഷ ഇന്ന് കോടതിയിൽ നിന്ന് ശങ്കർദാസിനുണ്ട്? എന്തായിരിക്കും കോടതിയിൽ ഈ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്നത്? സെയ്ഫുദ്ദീൻ, ഈ സ്വർണ്ണക്കൊള്ള നടക്കുന്ന സമയത്ത് ആ ദേവസ്വം ബോർഡിന്റെ അംഗമായിരുന്നു KP ശങ്കർദാസ്. അതുകൊണ്ട് തന്നെയാണ് ശങ്കർദാസിനെ ഇതിൽ പ്രതി ചേർക്കേണ്ടതിന് ഒരു ആവശ്യകത വരികയും ചെയ്തത്. ഹൈക്കോടതിയൊക്കെ നേരത്തെ ചോദിച്ചിരുന്നു എന്തുകൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നതിന് പിന്നാലെയാണ് അതിന് കടക്കാത്തതിന്റെ ഒരു കാരണമായി പറഞ്ഞ ഈ മുൻകൂർ ജാമ്യ ഹർജിയൊക്കെ ഇപ്പോൾ ഉള്ളത് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ്. അവിടെ ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്ന കാര്യം 80 വയസ്സിന് മേൽ പ്രായമുള്ള ഒരു മനുഷ്യനാണ്, ആരോഗ്യ അവസ്ഥ വളരെ മോശമാണ്, അബോധാവസ്ഥയിൽ കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോട്ടോകൾ ഉൾപ്പെടെയാണ് കോടതിയിൽ ഹാജരാക്കിയത്. എന്നാൽ കോടതി കഴിഞ്ഞ ദിവസം SITയോട് പറഞ്ഞിരുന്നത് ഈ ആരോഗ്യസ്ഥിതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് വിശദമായൊരു റിപ്പോർട്ട് അടുത്ത ദിവസം ഈ കേസ് പരിഗണിക്കുമ്പോൾ സമർപ്പിക്കുക എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ആ കേസ് പരിഗണിക്കുമ്പോൾ ആ റിപ്പോർട്ട് ഉൾപ്പെടെ പരിഗണിക്കുകയും ചെയ്യും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റെല്ലാവരും, ഏകദേശം എല്ലാവരും തന്നെ ആ ബോർഡിലുണ്ടായിരുന്ന ആളുകളും ആ സമയത്ത് പ്രസിഡന്റുമാരും ഒക്കെ അറസ്റ്റിലായപ്പോഴും ശങ്കർദാസിന് മാത്രമായിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒഴിവ് നൽകുന്നു എന്നുള്ളതാണ് ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ ഇന്ന് വിശദമായ വാദമായിരിക്കും. കഴിഞ്ഞ ദിവസം ഇത് റിപ്പോർട്ടിന് വേണ്ടി മാറ്റിവെക്കുകയായിരുന്നു. ഇന്ന് വിശദമായ വാദം കേൾക്കും. ഇന്ന് വിധിയുണ്ടാകാനുള്ള ഒരു സാധ്യത കുറവാണ്. അടുത്ത ഒരു ദിവസത്തേക്ക് ഒരുപക്ഷെ വിധി പറയുന്നതിന് വേണ്ടി ഇത് മാറ്റിവെക്കാം. ആരോഗ്യ പ്രശ്നം എന്നുള്ള ഒരു പ്രധാന കാര്യം തന്നെയാണ് ശങ്കർദാസിന്റെ അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ടാമത്തെ തവണയും ഈ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷ കോടതികളെല്ലാം തന്നെ തള്ളുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഏകദേശം റിമാൻഡിലായതിനു ശേഷം 90 ദിവസത്തോളം അടുത്താവുകയാണ്. ആ സമയത്ത് തനിക്ക് ജാമ്യത്തിന് അർഹതയുണ്ടെന്ന് കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അക്കാര്യത്തിൽ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയും ഒരു വിധി പറയും.